ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഴം വെച്ചൊരു സ്നാക്സ് ഉണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്സ് ആണ്. ഉണ്ടാക്കിയാലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 4 മണിയാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആണ്. ഒന്ന് ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്കൊരു മിക്സിന്റെ ജാർ എടുക്കാം. എന്നിട്ട് മൈദ, ഈ ഒരു ബൗൾ നിറയെ മൈദ ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര, ഇച്ചിരി ഉപ്പ്, ഒരു ഏലക്കായ്, പിന്നെ ഇത്തിരി ചോറ്. ഇതാ കണ്ടില്ലേ, ഇത്ര ചോറ്, ആവശ്യത്തിന് വെള്ളം. ഒന്ന് അരച്ചെടുക്കാം. ഇതാ പാകമായിട്ടുണ്ട്. ഈ പരുവമാവണം. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോഴേക്ക് ഇച്ചിരി പൊങ്ങി വന്നോളൂ. ഇപ്പോഴേക്ക് നമുക്ക് പഴമൊക്കെ ചെറുതാക്കി മുറിച്ചെടുക്കാം. പഴം നമുക്ക് നീളത്തിൽ വേണ്ടവർക്ക് നീളത്തിലെടുക്കാം. അല്ലാത്തവർക്ക് ഞാൻ പകുതി വെച്ചാണ് മുറിക്കണേ. നടുക്ക് മുറിക്കാം. ഞാൻ 3 ആക്കണുള്ളൂ. അപ്പോൾ എനിക്കിത് ചെറുതാക്കാം. കനം കുറച്ച് മുറിക്കാം. ഇതെല്ലാം മുറിച്ചെടുക്കാം. പഴം മുറിച്ച് വെച്ചിട്ടുണ്ട്. കറക്റ്റ് വലിപ്പവും നീളമൊക്കെ കണ്ടില്ലേ, ഇതേപോലെ. പിന്നെ പഴംപൊരി അല്ലാതെ മാറി നിൽക്കുന്ന വേറെ സംഭവമുണ്ട്. നല്ല ടേസ്റ്റ് കൊടുക്കണ ഒരു സംഭവമുണ്ട്. നമ്മൾ റസ്ക് പൊടി, റസ്കോ ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ഞാൻ ബ്രെഡിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഉണ്ടാവും. ബ്രെഡ് പൊടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡോ പെന്നോ എന്ത് വേണമെങ്കിലും പൊടിക്കാം. റസ്ക് ഇത് ഇനി അതല്ലെങ്കിൽ നമുക്ക് റസ്ക് പൊടിയായിട്ട് വാങ്ങാൻ കിട്ടുമല്ലോ, അതായാലും മതി. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. പതിക്കാം. ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവട്ടെ. ചട്ടി ചൂടായി നോക്കാം. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പഴം ഓരോന്നോരോന്നായി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബ്രെഡ് പൊടിയിൽ നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. രണ്ട് ഭാഗം ഒരുങ്ങി വരട്ടെ. അടുത്തതും ഇട്ട് കൊടുക്കാം. നല്ല കട്ടൻ ചായൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.